ഗോപിനാഥ് മുതുകാട് റിലേറ്റഡ് ആയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ അടുത്ത് ഞാൻ ഷിഹാബ് ബ്രോന്റെ കൂടെ ഇരുന്നിട്ട് അമ്മമാര് കുറച്ചു പേര് ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തത് നമുക്ക് കിട്ടിയ ടൈമിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷിഹാബ് ബ്രോനോട് ചോദിക്കാനുണ്ടായിരുന്നു. അത് ചോദിച്ച് അതിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷിഹാബ് ബ്രോനെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ട് അവിടുന്ന് വീഡിയോ എടുത്തു. ആ ടൈമിൽ ഈ വീഡിയോ എനിക്കറിയുന്നിടത്തോളം ഒരു യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ആയിട്ടില്ല. ഇത് ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി അമ്മമാരെ കൊണ്ട് എടുപ്പിച്ച വീഡിയോ ആണ്. അപ്പോൾ ഷിഹാബ് ബ്രോ പറഞ്ഞു ഇതിന്റെ കംപ്ലീറ്റ് വേർഷൻസ് ആയി എന്താണെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം വന്നതിന് ശേഷം ഷിഹാബ് ബ്രോ ഇതിന് കൃത്യമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇനി പറയാം. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്കറിയേണ്ട, അല്ലെങ്കിൽ എനിക്ക് അത് കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയ സംശയങ്ങൾ എന്തൊക്കെയാണോ അതേ സംശയങ്ങളായിരിക്കും മാക്സിമം വ്യൂവേഴ്സിനും വരിക എന്നുള്ളത് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഷിഹാബ് ബ്രോനോട് അത് ചോദിച്ചു. ഷിഹാബ് ബ്രോ കൃത്യമായിട്ട് ഈ അമ്മമാര് ഷിഹാബ് ബ്രോനോട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലുണ്ടായിരുന്ന മെസ്സേജുകളും വോയിസ് നോട്ടൊക്കെ എനിക്ക് തന്നു. അത് ഞാൻ നിങ്ങളിലേക്കും എത്തിച്ചു. അത് എത്തിക്കാനുള്ള കാര്യം, ഈ പ്രശ്നം, അതായത് മുതുകാട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഇഷ്യൂസ് തുടങ്ങുമ്പോൾ തന്നെ ഷിഹാബ് ബ്രോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സായി നാളെ പല ചാനലുകളിലും വന്നിരുന്ന് സംസാരിക്കുന്ന അമ്മമാരൊക്കെ അവരെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവന്നിരുത്തുന്നതായിരിക്കും. കാരണം അവരുടെ അവസ്ഥ നിവർത്തികേടാണ് സായി. അപ്പോഴേ ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇവർ നിങ്ങളായിട്ട് കോൺടാക്ട് ഉണ്ടോ? അതെ, എന്നെയായിട്ട് കോൺടാക്ട് ഉണ്ട് സായി. എന്നെ വീഡിയോ കോൾ വിളിക്കാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കോളിൻ്റെ പോർഷനൊന്നും നമ്മൾ വെച്ചില്ല. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ്, നിങ്ങൾ ആലോചിക്കണം, ജനുവരി 1 മുതലാണ് ഏകദേശം പ്രശ്നങ്ങൾ ഇങ്ങനെ പുറത്ത് വന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴടക്കം കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവർ സംസാരിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇതിൽ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. ഷിഹാബ് ബ്രോയും കൂടി ഞാനും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഞാനിപ്പോൾ വീണ്ടും ഈ അമ്മമാരുടെ വീഡിയോ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ സൈന സൗത്തിൽ രജനീഷ് ഏട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ അമ്മമാരുടെ വീഡിയോ അവർ കംപ്ലീറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇതുവരെ വാട്സാപ്പിൽ ഇവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ മാത്രം ഇവർ ഫോർവേഡ് ചെയ്തിരുന്ന വീഡിയോ സൈന സൗത്തിൽ ഇന്നലെ അവരത് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് 1-2 പോർഷൻസ് കട്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ, ഇവരെ ബാക്കിൽ നിന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വീഡിയോ എടുത്തതാന്നുള്ളതിന് തെളിവ് ഇതിലും കൂടുതൽ വേണം. നിങ്ങൾ ഞങ്ങൾ അയച്ച ഈ പോർഷൻ ഒന്ന് കേൾക്ക്. ആക്ച്വലി ഞാൻ അത്ര ഡീപ്പായിട്ട് അതിനകത്തുള്ള വോയിസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ മെയിൻ പോയിന്റ്സ് നോക്കിയിട്ടാണ് ഞാൻ ഷിഹാബ് ബ്രോന്റെ അടുത്ത് പോയത്. പക്ഷേ ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. സൈന സൗത്തിൽ ആ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നാന്ന് പറയണ്ട, കാരണം ഒറിജിനൽ വീഡിയോനകത്ത് തന്നെ വെരി ക്രിസ്റ്റൽ ക്ലിയർ ആണ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ സ്ക്രിപ്റ്റ് ഇട്ട് പറഞ്ഞു കൊടുക്കുന്നത്. 1-2 ക്ലിപ്പ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. നിങ്ങൾ കൃത്യമായി ഒരു ഇയർഫോൺ വെച്ച് കേട്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. മാത്രമല്ല സാർ ഇങ്ങനെ ചെയ്യണത്, മക്കളെ എപ്പോഴും കണ്ടാലും സാർ ഓടിയോ കെട്ടിപ്പിടിച്ച് സാർ മുറിയിൽ കയറേ ഉള്ളൂ. കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. ഗോപിനാഥ് മുതുകാട് ക്യാമറ ഓൺ ആക്കുമ്പോൾ വേറൊരു വ്യക്തിയാണ്, ക്യാമറ ഓഫ് ആക്കിയ വേറൊരു വ്യക്തിയാണ്. ഇതാണ് ഞാൻ അടക്കമുള്ളവർ പറയുന്നത്. ഈ അമ്മമാർ ഇവിടെ പറയുന്നത് ഗോപിനാഥ് മുതുകാട് ക്യാമറ ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ഒരുപോലെയാണ്. എന്നിട്ടൊരു അമ്മ പറയാണ്, ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രമല്ല സാറ് കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുക, കുട്ടികളാണ് സാറിന്റെ അടുത്ത് ചെല്ലുന്നത്. അത് കേട്ട ഉടനെ അടുത്ത ആ കണ്ണട വെച്ച അമ്മ, അതെ, കുട്ടികളാണ് സാറിന്റെ അടുത്ത് ചെല്ലുന്നത്. പറഞ്ഞ് പഠിപ്പിച്ച് ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്ര പൊട്ടന്മാരാണോ ഇവിടെ നിങ്ങൾ? സീരിയസ് ആയിട്ട് ജനങ്ങൾ മണ്ടന്മാരാന്നുള്ളത് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾ ചിലപ്പോൾ മണ്ടന്മാരായിരിക്കും, നമ്മൾ മണ്ടന്മാരല്ല. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ഇവരെ കൊണ്ട് കഷ്ടമാണ്. ഇതന്നെയാണ് നമ്മൾ ഗോപിനാഥ് മുതുകാട് കേസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മമാരെയും കുട്ടികളെയും അവരുടെ ഈ വയ്യാത്ത അവസ്ഥ ചൂഷണം ചെയ്ത് നിങ്ങൾ അത് ഒരു പരിപാടി കാണിക്കരുത്. ഞാൻ ഒന്നുകൂടി ഇത് പ്ലേ ചെയ്യാം. മാത്രമല്ല സാർ ഇങ്ങനെ ചെയ്യണത്, മക്കളെ എപ്പോഴും കണ്ടാലും സാർ ഓടിയോ കെട്ടിപ്പിടിച്ച് സാർ മുറിയിൽ കയറേ ഉള്ളൂ. കുട്ടികൾ ഓടി സാറിന് അടുത്ത് ചെന്നാലും ഒരിക്കലും സാർ അവരെ തട്ടി മാറ്റിയിട്ടില്ല. അവരാണ് അവിടെ ചെല്ലുന്നത്. അടുത്ത ആള് ബാക്കിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ അമ്മ പറയാ, സാറിന്റെ അടുത്ത് അവർ ചെന്നാലും തട്ടി മാറ്റിയില്ല, അവരാണ് സാറിന്റെ അടുത്ത് ചെല്ലുന്നത്. ഇതൊന്ന്. രണ്ടാമത്തെ കേട്ടോ, സാർ പുറത്ത് ശിവൻ ആദ്യമായിട്ട് സാർ പുറത്തു കൊണ്ടുപോയി മനസാക്ഷി ഉണ്ടായി അത് ചോദിക്കുമായിരുന്നു. വെളിയിൽ സാർ ആദ്യമായിട്ടാണ് ശിവനെ കൊണ്ടുപോയി. സാറ് ഷിഹാബിനെ ആദ്യമായിട്ട് പുറത്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് പറഞ്ഞു കൊടുക്കുക സ്ക്രിപ്റ്റ്. മനസാക്ഷിന്റെ കാര്യം പറ, മനസാക്ഷി ഉണ്ടോ ചോദിക്കുക. അതിൽ അമ്മ വേഗം അങ്ങോട്ട് നോക്കിയിട്ട് മനസാക്ഷി ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുക. എന്തിനാണ് ഇത്രയും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങള്? ഈ അമ്മമാരെ കൊണ്ടൊക്കെ നിങ്ങൾ ഈ ചെയ്യിക്കുന്നത് എന്തിനാ? കഷ്ടമുണ്ട്. ഇതാണ് ചൂഷണം എന്ന് പറയുന്നത്.
ഇങ്ങനെയാണ് അവിടെ ക്യാമറയുടെ മുന്നിൽ ഒരു ഫേസും ക്യാമറയുടെ പുറത്ത് വേറൊരു ഫേസും വരുന്നത്. ഇതിലും കൂടുതൽ എക്സാമ്പിൾ വ്യൂവേഴ്സിന് വേണ്ട എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒന്നും കൂടി ആ വീഡിയോ പ്ലേ ചെയ്യാം. സാർ പുറത്ത് ശിഖാവൻ ആദ്യമായിട്ട് സാർ പുറത്തു കൊണ്ടുപോയി മനസാക്ഷി ഉണ്ടായി അത് ചോദിക്കുമായിരുന്നു. വെളിയിൽ സാർ ആദ്യമായിട്ടാണ് ശിഖാവിനെ കൊണ്ടുപോയി. ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആള് പറഞ്ഞു കൊടുക്കുക മനസാക്ഷിന്റെ കാര്യം പറഞ്ഞു. മനസാക്ഷി ഉണ്ടെങ്കിൽ അതിൽ ആ അമ്മ അതെ മനസാക്ഷി ഉണ്ടെങ്കിൽ ചോദിക്കും. എന്നിട്ട് അമ്മേന്റെ കണ്ണൊന്നും ഇങ്ങോട്ട് ഓടിക്കുന്നുണ്ട് ലെഫ്റ്റിക്ക്. എന്തോന്നാണ് ഇത് ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത്? ഈ അമ്മമാരുടെ അവസ്ഥ നിങ്ങൾ ഇത്രത്തോളം മോശമായി ചൂഷണം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ വളരെ കഷ്ടമാണ്. എന്നാൽ ഈ പോർഷൻ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു. ഇതുമല്ല ഇനി മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പല പോർഷൻസും ആ വീഡിയോനകത്തുണ്ട്. സൈന സൗത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോനകത്ത് ക്ലിയർ ആയിട്ട് ഇയർഫോൺ വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആള് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത് പറയണം എന്നുള്ളത്. സോ ഇറ്റ്സ് എ വെൽ സ്ക്രിപ്റ്റഡ് വീഡിയോ. കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനത് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കുന്ന 2 പോർഷനാണ് ഞാനിവിടെ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ അമ്മമാർ ഈ വീഡിയോനകത്ത് ഷിഹാബിന്റെ അനിയനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഓൾറെഡി പത്രസമ്മേളനം നടന്നപ്പോഴും 2 വട്ടം ഷിഹാബ് എൻ്റെ വീഡിയോയിൽ വന്നപ്പോഴും ഞാനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. പല അലിഗേഷൻസും ഇവർ കൊണ്ടുവരും. എനിക്കെതിരെ വരെ കൊണ്ടുവരും. ഇപ്പൊ ഷിഹാബിന് ഫാമിലിക്കെതിരെ അവർ കൊണ്ടുവരാതിരിക്കുമോ? കൊണ്ടുവരും. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ഗോപിനാഥ് മുതുകാടിനോ പാരൻസിനോ ഉത്തരം പറയാനുള്ളത്. പിന്നെയും വേറൊരാളെ വലിച്ചതിനകത്തിട്ടിട്ട് അയാളെ കുറിച്ചിട്ടാണ് മോശമായിട്ട് പറയുന്നത്. ഷിഹാബിന്റെ അനിയനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടോ. എന്താണ് ഷിഹാബ് പോവാനായിട്ടുള്ള കാരണം? ഇപ്പം ചേച്ചി പറഞ്ഞതാണ് അനിയന്റെ പ്രശ്നമാണ്. ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി അനിയനും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ബാബ ചോദിച്ചു സാറിന് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ അവനെ ഇവിടെ സ്റ്റേജിൽ ജോലി കൊടുത്തായിരുന്നു. മാസം സാലറിയോടെ തന്നെ അവനും ജോലി ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു സ്റ്റേജിൽ പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി ആയിരുന്നു. അത് ഒരു റൂമിൽ കൊണ്ടുപോയത് ജിൻസാർ കണ്ടു. അങ്ങനെ ഭയങ്കര ജിൻസാറായിട്ട് പ്രശ്നമായി. ആ ഒരു പ്രശ്നത്തിലാണ് കൂടുതൽ ദേഷ്യം സാറിന്റെ കാണിക്കാൻ തുടങ്ങിയത്. ജിൻസാർ ആരാണ്? അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ദേഷ്യം. അങ്ങനെ ഈ ദേഷ്യം അപ്പോഴേ പറഞ്ഞു ഇതിന് പിരിച്ചു വിട്ടാൽ അതിനുള്ള ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കഷ്ടത. എങ്ങനെയാണ് ഈ അമ്മമാരെ കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറയിപ്പിക്കാൻ തോന്നുന്നത്? അമ്മമാര് ഗതികെട്ട് പറയുന്നതാ മനസ്സിലാവും. എനിക്ക് അമ്മമാരോടൊന്നും പറയാനില്ല. ഓക്കെ അമ്മമാര് പറഞ്ഞ കാര്യം, ഷിഹാബിന്റെ അനിയനെ ഇവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു, സാലറി മേടിച്ചു. അത് അവിടുത്തെ സ്റ്റാഫാണ് ഷിഹാബിന്റെ അനിയൻ. ഇവർ പറയുന്നത് ഷിഹാബിന്റെ അനിയൻ ഒരു സ്ത്രീയായിട്ട് റൂമിൽ കയറി പോകുന്നത് ഒരു മാനേജർ കണ്ടു എന്നാണ്. കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഷിഹാബിനാണ്. ഷിഹാബിന്റെ അനിയനും സ്റ്റാഫാണ്, ഷിഹാബും സ്റ്റാഫാണ്. ഷിഹാബിനെ പുറത്താക്കുമ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് ഷിഹാബിനാണ്. ആ നോട്ടീസിൽ എവിടെയും ഷിഹാബിന്റെ അനിയന്റെ കാര്യം പറയുന്നില്ല. ഇത്രയും വലിയൊരു സമയം ഒരു സ്ത്രീയെയും കൊണ്ടൊരു റൂമിലേക്ക് പോകുന്നത് കണ്ടു എന്നുള്ളൊരു ആരോപണം പറയുമ്പോൾ അത് ഏത് അർത്ഥത്തിലാന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾക്കത് അറിയുമായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് നിങ്ങളൊരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തില്ലേ? ഷിഹാബിന്റെ അനിയന്, ഷിഹാബിന് നിങ്ങൾ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും. ഓക്കെ, അനിയനെ കൊണ്ടുവന്നത് ഷിഹാബാണ്, ജോലി ചോദിച്ചത് ഷിഹാബാന്നൊക്കെ നിങ്ങൾ വെച്ചോ. ഷിഹാബിന്റെ അനിയനെ പിരിച്ചുവിടുമ്പോൾ അവിടെ ഒരു സ്ഥാപനത്തിൽ കൃത്യമായിട്ടൊരു കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കും. അതിനൊരു റിപ്ലൈക്കും അവർ വെയിറ്റ് ചെയ്യും. അപ്പൊ ഷിഹാബിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിൽ അനിയന്റെ കേസ് എവിടെയും പരാമർശിക്കുന്നില്ല. വൈ? എന്തുകൊണ്ട്? ചോദ്യമല്ലേ. ഇനി ഷിഹാബ് കാരണം കാണിക്കൽ നോട്ടീസിന് തിരിച്ച് മറുപടി കൊടുത്ത സമയത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇവിടെ ബ്രാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ പറഞ്ഞത്, വൈകിട്ട് മുതുകാട് സാർ ഞങ്ങളെ ഓഫീസിൽ വിളിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ കാരണം ഷോ തുടങ്ങാൻ താമസിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ മാനേജർ ബ്രാക്കറ്റിലെ തെറ്റായ ആരോപണവും മുമ്പ് ഉണ്ടായത് അടക്കം അവസാനം അനിയന് ഉണ്ടായ അനുഭവം വരെ ഞങ്ങൾ കേൾപ്പിച്ചു. ഓക്കെ, അതായത് മുതുകാടിനോട് ഈ പറഞ്ഞ മാനേജർ മുതുകാടിന്റെ അനിയനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളടക്കം ഷിഹാബ് പറഞ്ഞ സമയത്ത് മുതുകാട് അത് മൊത്തം കേട്ടിരുന്നു. ഓക്കെ, നിങ്ങളെ 2 പേരെയും കൊണ്ടുവന്നത് ഞാനാണെന്നും ഇവിടെ നിങ്ങൾ ഉണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞു മുതുകാട്. നിങ്ങൾ ആലോചിക്കണം, മുതുകാടിന് 2 പേരെ കൊണ്ടുവന്ന് മുതുകാടിനെ അനിയനെയും കൊണ്ടുവന്നത് ഷിഹാബിനെ അനിയനെയും കൊണ്ടുവന്നത് മുതുകാടാണ്. ഇതൊക്കെ കേട്ടിരുന്നിട്ട് അവിടെ ക്ഷമ ചോദിക്കുകയാണ് മുതുകാട് ചെയ്തത്. ഓക്കെ, മുതുകാട് സർ
രാത്രി വീണ്ടും ഞങ്ങളെ അവര് വിളിപ്പിച്ചു. മാനേജറും സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലെ പെരുമാറുന്നതും എന്നും പറഞ്ഞു. രാത്രി വിളിച്ചിട്ട് വീണ്ടും പലരും നിങ്ങൾക്കെതിരെ പരാതി പറയുന്നത് എന്താണ് എന്നും മുതുകാട് സർ മാനേജറോട് ചോദിച്ചു. എന്റെ അടുത്തുണ്ടായ തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കും എന്നായിരുന്നു അപ്പോൾ മാനേജർ പറഞ്ഞത്. മാനേജറെ വിളിച്ചിട്ട് ഈ അനിയന്റെ കേസടക്കം, അനിയനെ കുറിച്ച് മാനേജർ പറഞ്ഞ വേണ്ടാത്തരം, നേരത്തെ അമ്മമാര് പറഞ്ഞല്ലോ അവിടെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ആ മാനേജർ കണ്ടു എന്നുള്ളത്, ആ മാനേജർ പറഞ്ഞ കാര്യം അടക്കം മുതുകാടിനോട് പറയുമ്പോൾ മുതുകാടും ക്ഷമ ചോദിക്കുന്നു, മാനേജറും ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. ഇത് ഷിഹാബ് കാരണം കാണിക്കൽ നോട്ടീസിന് തിരിച്ചയച്ച റിപ്ലൈ ആണ്. അതിൻ്റെ മെയിൽ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഇതിന് തിരിച്ചൊരു റിപ്ലൈയും മുതുകാടിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ ക്ഷമ ചോദിച്ചിട്ട് മാനേജർ ഇത് തെറ്റാന്ന് പറഞ്ഞിട്ട് വിട്ടു. ഇവിടെ എവിടെയാണ് അനിയന്റെ പ്രശ്നം വരുന്നത്? അപ്പൊ അനിയന്റെ പ്രശ്നം കരുതി കൂട്ടി അന്ന് ആ മാനേജർ ഉണ്ടാക്കിയതാണ്. എന്തിന്? ഷിഹാബിനെ പുറത്താക്കണം. സിമ്പിളാണ്. അതിനു വേണ്ടി മാനേജർ ഉണ്ടാക്കിയ ഈ അനിയൻ ഏതോ പെൺകുട്ടിയെ റൂമിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന കേസ്, കാരണം കാണിക്കൽ നോട്ടീസ് അനിയന് കൊടുത്തിട്ടില്ല. ഷിഹാബിന് കൊടുത്ത കാരണം കാണിക്കൽ നോട്ടീസിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ഷിഹാബ് കാരണം കാണിക്കൽ നോട്ടീസിന് തിരിച്ചു കൊടുത്ത റിപ്ലൈയിൽ പറയുന്നു, എനിക്ക് എൻ്റെ അനിയനും ഈ മാനേജർ ഇവിടുന്ന് ഉണ്ടാക്കിയ കള്ളക്കഥയുടെ ദുരനുഭവം. അതിനുവേണ്ടി അത് കേട്ട് അത് മുതുകാടിനോട് പറയാൻ പോയി. മുതുകാട് സാർ എന്നോട് മാപ്പ് പറഞ്ഞില്ലേ, അയാൾ മാപ്പ് ചോദിക്കും എന്ന് പറഞ്ഞില്ലേ. എന്നിട്ടും നിങ്ങൾ എനിക്കൊരു റിപ്ലൈ തരുന്നില്ല. ഇപ്പോഴും ഷിഹാബ് പറയുന്നു മുതുകാട് ഇതുവരെ ഷിഹാബ് എഴുതി കൊടുത്ത പേപ്പറിലുള്ള അക്കമിട്ട് നിരത്തിയ കാരണങ്ങൾക്കൊന്നും ഒരു റിപ്ലൈ മുതുകാട് കൊടുത്തിട്ടില്ല. കാരണം കാണിക്കൽ നോട്ടീസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അതിനൊരു റിപ്ലൈ വരണ്ടേ, വേറെ റിപ്ലൈ. അത് വന്നിട്ടില്ല. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കാം. മെയിൽ ഐ ഡി അടക്കം ഇതാ ഒന്നുമില്ല. അങ്ങോട്ട് മെയിൽ അയച്ചതാണ്, നോ റിപ്ലൈ. റൂമിൽ കൊണ്ടുപോയി സംസാരിച്ചപ്പോൾ അതിന് മാപ്പ് ചോദിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഈ അമ്മമാരെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ച അനിയന്റെ കേസ്, അതായത് ഏറ്റവും നല്ല കാര്യം എന്താ, ഒരാളെ ഡിഫെയിം ചെയ്യാൻ പെണ്ണ് കേസ് പറഞ്ഞാൽ മതി. ഇപ്പൊ ഷിഹാബിന്റെ അനിയനെ പിടിച്ചു കൊടുത്തിട്ട് ഏതൊരു പെണ്ണിനെ റൂമിൽ കൊണ്ട് ഏതാ കാര്യമൊന്നും അല്ലെങ്കിൽ എന്താ നടന്നതൊന്നുമില്ല, ഏതൊരു പെണ്ണിന്റെ റൂം. ഇനിയിപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിന് നടന്നു എന്ന് വെച്ചോ, അതൊരു മാനേജർ കണ്ടു, അത് ഏത് ലെവലിൽ കൊണ്ടുപോകും? അപ്പൊ ആ സ്ഥാപനത്തിൽ അത്രേ ഉള്ളൂ. ഒരു സ്ത്രീയെ അങ്ങനെ ഒരാൾ കൊണ്ടുപോയി അവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യാം? ഗോപിനാഥ് മുതുകാടിനോടും അവിടുത്തെ മാനേജ്മെന്റിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടില്ല. ഒരാളെ പറഞ്ഞയക്കാൻ നിങ്ങൾക്കൊരു ഇനി ഓക്കെ, നിങ്ങൾ ഇത് കാരണം നിങ്ങൾ പറയുന്നു, എന്നാൽ ഷിഹാബിനെ പിരിച്ചു വിടുന്നു എന്ന് പറഞ്ഞ് ഇതേ മാജിക് പ്ലാനറ്റിലെ മാനേജർ, അന്നത്തെ മാനേജറായ അക്കാഡമിക് ഡയറക്ടർ, മാനേജറല്ല ഡയറക്ടർ, അക്കാഡമിയുടെ ഡയറക്ടറായ ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ വ്യക്തി, ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ വ്യക്തി ഷിഹാബിനെ വിളിച്ചിട്ട് പുറത്താക്കാനുള്ള കാരണം പറയുന്നത് നിങ്ങൾ കേട്ടോ. അന്നത്തെ വോയിസ് കോൾ റെക്കോർഡാണ്. ഡിഫറന്റ് ആർട്ട് സെന്ററിൽ എല്ലാവർക്കും ചെയ്യാമല്ലോ, ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എല്ലാവർക്കും പറ്റുമല്ലോ. എംപവറാകുമ്പോൾ മെന്റലി ചാലഞ്ച് എല്ലാം പറ്റും. നിങ്ങളുടെ കാര്യം മറ്റേ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിനിസ്റ്ററുമായിട്ട് സാറ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. ഒരു വർഷം കഴിയല്ലേ, ശരി 31 വരെ ജോലിച്ച് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ. എന്താണ് നവംബർ 1 തൊട്ട് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നത് അവര് പറഞ്ഞല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നവംബർ 1 തൊട്ട് ചെയ്യാൻ പറ്റിയുണ്ടോ? ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴത്തേക്ക് ആലോചിക്കാം. മനസ്സിലായത് എന്താണ്? ഡിഫറന്റ് ആർട്ട് സെന്റർ തുടങ്ങുമ്പോഴാണെങ്കിൽ ആലോചിക്കാം. ഓക്കെ. അപ്പൊ നവംബർ ചെയ്യേണ്ടത് 31 തൊട്ട് അവസാനിപ്പിക്കുക. അത്രയൊന്നും പറഞ്ഞിട്ട് ഇന്ന് തൊട്ട് അവസാനിപ്പിക്കാനാണോ പറയുന്നത്? എംപവർ സെന്ററിൽ അത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. ആണോ? ശരി. ഓക്കെ. പ്രശ്നമില്ലല്ലോ, അതിനകത്ത് എല്ലാവർക്കും ആകാം. അഷീലും ശൈലജ ടീച്ചറും, അന്നത്തെ ഹെൽത്ത് മിനിസ്റ്റർ ശൈലജ ടീച്ചറും അടക്കമുള്ളവരോട് സംസാരിച്ചതിന് ശേഷം മുതുകാട് പറഞ്ഞത്, ഇനി ഈ പറഞ്ഞ ഷിഹാബിനെ അങ്ങോട്ട് കൊണ്ടുവരണ്ട. അതായത് ഷിഹാബാണ് ആദ്യം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് അതല്ല, ഇവർക്ക് ഈ ഷിഹാബ് അവിടുന്ന് ഇറങ്ങി പോകുന്നതിനേക്കാൾ കൂടുതൽ ഷിഹാബിനെ അവർ പുറത്താക്കി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണം. അതിന് ഒരു കാരണവും ഇവർക്ക് കിട്ടാത്തപ്പോ
അനിയന്റെ ഒരു കേസ് എടുത്ത് മാനേജർ കള്ളക്കഥ ഉണ്ടാക്കി. അതും ഷിഹാബ് കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ അതും പൊളിഞ്ഞു. പിന്നെ ഒരു വഴിയില്ല അവർക്ക്. ഈ കോൾ റെക്കോർഡ് ഷിഹാബിനെ പുറത്താക്കി എന്ന് പറഞ്ഞ് വിളിക്കുന്ന കോൾ റെക്കോർഡാണ്. ഇതിനകത്ത് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം അനിയനെതിരെ പറയുമ്പോൾ അനിയൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷിഹാബിനെ വിളിച്ച് എന്ത് പറയും ഈ പറഞ്ഞ ഡയറക്ടർ? നിങ്ങളുടെ അനിയൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കുന്നത്. ഈ അമ്മമാരെന്താ പറഞ്ഞത്? ഷിഹാബ് ഇവിടുന്ന് പുറത്താവാൻ കാരണം അനിയൻ ഏതോ സ്ത്രീയെ കൂട്ടി റൂമിൽ പോകുന്നത് മാനേജർ കണ്ടു എന്നാണ്. അപ്പോൾ ഷിഹാബിനെ വിളിച്ച് പുറത്താക്കുമ്പോൾ ഷിഹാബിനോട് പുറത്തു പോകാൻ പറയുമ്പോൾ ആ കാരണം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല അന്ന്? അപ്പം അങ്ങനെ ഒരു കാരണമില്ല, അതിനൊരു കാരണമില്ല. ഷിഹാബ് പറയുന്നത് കേട്ടോ, എനിക്ക് വോയിസ് അയച്ചു തന്നാൽ ഷിഹാബ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് വോയിസ് അയച്ചു തന്നതാണ്. അതായത് ഞാൻ എന്തുകൊണ്ട് പ്ലാനറ്റിൽ നിന്ന് പോന്നു എന്നതിൻ്റെ തെളിവാണത്. കാരണം അക്കാഡമിക് ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, എംപവർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾ, അതായത് ശാരീരിക പരിമിതികളുള്ളവരല്ല, MR ആയിട്ടുള്ള കുട്ടികൾ മാത്രം പെർഫോം ചെയ്യുന്നൊരു വേദിയാണ്. അവിടെ ഷിഹാബ് വേണ്ട, ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ വരുന്ന സമയത്ത് വേണമെങ്കിൽ നോക്കാം എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ കുറേ മുമ്പിലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും പോകാന്നുള്ള രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പ്രൊഫഷൻ, അതായത് മാജിക് ഒഴിവാക്കിയിട്ട് മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമല്ലോ. അപ്പം ഞാൻ അതിലൊന്ന് ഫോക്കസ് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് പോയി എന്നുള്ള ആളുകളോട് പറയുമെന്ന് പേടിച്ചിട്ട് അവർ പറഞ്ഞു വിട്ടുനാക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 31 രാത്രി, അതായത് 2018 ഒക്ടോബർ 31 രാത്രി ചന്ദ്രസാനം മിത്രമല എന്ന് പറയുന്ന സ്ഥാപനത്തിന് അക്കാഡമിക് ഡയറക്ടർ അയച്ച വോയിസിലെ കോളാണിത്. കോൾ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ അവിടുന്ന് പോയത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ അവർ പറയുന്നത്, ഞാൻ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഭയങ്കര കള്ളമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മുതുകാട് സാറോടാണ്, സാർ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, ഒരു ഞാൻ പറയില്ലേ, നമ്മൾ പറയും ഈ ആണത്വം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടൊന്ന് പറയാൻ ധൈര്യം കാണിക്കാതെ ഈ അമ്മമാരെ കൊണ്ട് കള്ളം പറയിപ്പിച്ചിട്ട് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? ഞാൻ ഇതൊക്കെ പിന്നീട് എനിക്ക് എതിരായിട്ട് വരും എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എന്നെ പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞവർ യഥാർത്ഥത്തിൽ എന്താണ് അന്ന് രാത്രി പറഞ്ഞതെന്നുള്ളതിൻ്റെ കോൾ റെക്കോർഡാണത്. അത് അക്കാഡമിക് ഡയറക്ടറാണ്, വേറെ ആരുമല്ല, ചന്ദ്രസേൻ എന്ന് പറയുന്ന സാർ അയച്ച കോൾ റെക്കോർഡാണത്. ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ? മുതുകാടിന് ആൻസർ ഇല്ലേ? മുതുകാട് അമ്മമാരെ കൊണ്ടുവന്ന് മുന്നിലിരുത്തിയിട്ട് അമ്മമാരെ കൊണ്ട് സ്ക്രിപ്റ്റ് ചെയ്ത സാധനം പറയിപ്പിക്കുകയാണോ മുതുകാട് ചെയ്യേണ്ടത്? ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണല്ലോ അല്ലേ? ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത്. അതോ ഇനി BGM ഇട്ട് ഈ കേസിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം കൊണ്ടാണോ നിങ്ങൾ വരാത്തത്? കാരണം ഇത് സംസാരിക്കണമെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ സംസാരിക്കേണ്ടി വരും. അപ്പം അതിൽ BGM കുത്തിക്കയറ്റി സംസാരിക്കാൻ പറ്റില്ലല്ലോ എനിക്കെന്നുള്ള സങ്കടം കൊണ്ടാണ്. ഇനി ഷിഹാബിനെ പുറത്താക്കിയതിന് ശേഷം ഷിഹാബിനെ ഇതേ മാജിക് അക്കാഡമിയിലേക്ക് വേറൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഷിഹാബിന് അയച്ചൊരു ലെറ്ററാണ്. അതായത് പുറത്താക്കി, ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം കാണിച്ച് പുറത്താക്കിയ വ്യക്തിയെ വീണ്ടും ഇതേ സ്ഥാപനത്തിലേക്ക് ഒരു പ്രോഗ്രാമിന് ആങ്കറായിട്ട് വിളിച്ച ലെറ്ററാണ് ഈ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഗുരുതരമായ അനിയൻ്റെ ഒരു കേസും ആരോപണവും ഈ അമ്മമാരെ കൊണ്ട് ഇവർ വന്ന് പറയിപ്പിക്കുമ്പോൾ എന്താണ് ഇവരുടെയൊക്കെ ഒരു മെൻറ്റാലിറ്റി? അതായത് മുതുകാടിനെ എങ്ങനെയും ഡിഫൻസ് തീർക്കണം. അത് ഇനി അമ്മമാരെ വെച്ചാണെങ്കിലും കുട്ടികളെ വെച്ചാണെങ്കിലും എക്സാക്ട്ലി അതാണ് അയാൾ ചെയ്യുന്നത്. ഏത് ലെവലിലും പോകും. RK മലയത്ത് സാറ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഞാൻ RK മലയത്ത് സാറായിട്ട് നടത്തിയ ഒരു കോൺവെർസേഷനകത്ത് അവൻ ഏത് ലെവലിലും പോകും. സ്വന്തം ഗുരുവിനെ പോലീസിന് വരെ വെച്ച് പിടിപ്പിച്ചു. ഹീസ് എ ഡബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നോക്ക് ഷിഹാബിൻ്റെ അനിയനെ കുറിച്ച്. ഇനി നാളെ ഷിഹാബിനെ കുറിച്ച് വരും, എന്നെ കുറിച്ച് വരും. ഇതിൽ പ്രതികരിക്കുന്ന എല്ലാവരെയും കുറിച്ച് ഇയാൾ ഇതേപോലെ ഓരോരുത്തരെ കൊണ്ട് കഥ ഇറക്കിച്ചാൽ എന്ത് ചെയ്യും? ശൈലജ ടീച്ചറും ഡോക്ടർ ആശീൽ സാറും പറഞ്ഞത് പ്രകാരം നിങ്ങൾ പറഞ്ഞു വിടുന്നുള്ള കോൾ റെക്കോർഡിങ്ങൾ കേട്ടല്ലോ. എന്നാൽ അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് DACയിലേക്ക് വരാം. കാരണം ഞാനൊരു പ്രശ്നക്കാരനല്ലാന്ന് അവർ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് ഉണ്ടാക്കിയ കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്കപ്പോൾ തന്നെ മനസ്സിലാവും. എന്നാൽ അതിൽ വേറൊരു കള്ളത്തരം കൂടിയുണ്ട്. ഈ പറയുന്ന 6/10/2018 ഷോം ഞാൻ കാരണം മുടങ്ങിയതും ഇത്ര പ്രശ്നം ഉണ്ടാക്കിയതുമാണെങ്കിൽ ഇത് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ. അതിനുശേഷം വരുന്ന ഒക്ടോബർ 31 വരുന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൂടി ഞാൻ കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നം ഞാൻ അന്ന് ഉണ്ടാക്കിയൊരു വ്യക്തിയാണെങ്കിൽ ഇവരിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലും കൂടുതൽ ഇനി നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ഒന്ന് അമ്മമാരെ കൊണ്ട് ബാക്കിൽ നിന്ന് ആളെ കൊണ്ട് പറയിപ്പിച്ച് സ്ക്രിപ്റ്റ് ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. മുതുകാടിനെതിരെയാണ് ആരോപണം, മുതുകാടാണ് പറയേണ്ടത്. മുതുകാട് സൈലന്റ്. അമ്മമാർ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. അതിൽ തന്നെ ഷിഹാബിൻ്റെ അനിയനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പെണ്ണ് കേസൊക്കെ എങ്ങനെ ഉണ്ടാക്കി പറയാലോ ആരെ കുറിച്ചിട്ടും ഇല്ലേ? സ്വന്തം നിലനിൽപ്പിനാണെങ്കിലും ഈ അമ്മമാരൊക്കെ ഈ പറയുന്നതുണ്ടല്ലോ, വളരെ മോശം പരിപാടി. ഇത് അമ്മമാരെ കൊണ്ട് പറയിപ്പിക്കുന്നവർ,
അതിലും തറ.